Second question. From the following sets, select equal sets. Okay. അപ്പോൾ ഇവിടെ 6 സെറ്റ്സ് തന്നിട്ടുണ്ട്. 3 റോസ്റ്റർ ഫോമിലും 3 സെറ്റ് ബിൽഡർ ഫോമിലും. അപ്പോൾ ഈ 6 ഏതൊക്കെ 2 ഈക്വൽ എന്നുള്ളത് പറയണം. നമുക്കറിയാം 2 സെറ്റ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ സെയിം ആവണം. ഓക്കെ. അപ്പോൾ എ എന്നുള്ള സെറ്റ് 2, 4, 6, 8 എന്നാൽ 10 കുറവായിട്ടുള്ള ഈവൺ നാച്ചുറൽ നമ്പേഴ്സാണ്. ബി എന്നുള്ളത് സെറ്റ് 1, 3, 5 എക്സെട്ര മീൻസ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. സി എന്നുള്ളത് സെറ്റ് -2, 4, 6, 8. ഓക്കെ. ഡി എന്നുള്ളത് സെറ്റ് ബിൽഡർ ഫോമിലാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡി എന്നുള്ളതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. ഓക്കെ. ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n-1, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. അപ്പോൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ആദ്യം എന്നിന് 1 കൊടുത്താൽ 2 × 1 - 1 1 ആണ്. ഓക്കെ. 2 കൊടുത്താൽ 2 × 2 4 - 1 3 ആണ്. ഇനി എൻ്റെ അടുത്ത വാല്യൂ 3 കൊടുത്താൽ 2 × 3 - 1 6 - 1 5 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. 2n-1 എന്നുള്ളത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഡി എന്നുള്ള സെറ്റ് വരിക സെറ്റ് 1, 3, 5 എക്സെട്ര. അപ്പോൾ നമുക്കറിയാം അത് തന്ന സെറ്റ് ബിന് ഈക്വൽ ആണല്ലോ. ബി എന്ന് പറയുന്നത് സെറ്റ് 1, 3, 5 എക്സെട്ര ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ബി ആൻഡ് ഡി ആർ ഈക്വൽ. അല്ലെങ്കിൽ നൊട്ടേഷൻ വെച്ച് ബി ഈക്വൽ ടു ഡി എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇ എന്ന സെറ്റ് ഓഫ് ഓൾ 2x സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n. എക്സ് നാച്ചുറൽ നമ്പറാണ്. എക്സ് <5. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5 കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ 1. അപ്പോൾ 2 × 1 2. ഓക്കെ. എക്സിൻ്റെ വാല്യൂസ് 1, 2, 3, 4 ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ 2 × 1 2, 2 × 2 4, 2 × 3 6, അതുപോലെ 2 × 4 8. അപ്പോൾ ഈ എന്നുള്ള സെറ്റ് വരിക സെറ്റ് 2, 4, 6, 8. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതെല്ലാം ഇതുപോലെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എഴുതിയാൽ മതി. ഉദാഹരണത്തിന് നല്ലോണം അറിയുന്ന കുട്ടികൾ ഈ ഈക്വൽ നമ്മൾ നേരിട്ട് ഇത് വേണമെങ്കിൽ എഴുതാം. ഇനി മനസ്സിലാണ്ട് കുട്ടികൾ ജസ്റ്റ് എക്സ് ടേക്സ് ദ വാല്യൂസ് 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് ജസ്റ്റ് പിന്നെ ഈ എന്നുള്ള സെറ്റ് എഴുതിയാൽ മതി. ഇതിലുള്ള എല്ലാ സെൻറ്റൻസും ഇതേപോലെ എഴുതി പോകണമെന്നില്ല നോട്ടിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിച്ചത്. ഓക്കെ. എന്തായാലും ഈ എന്നുള്ള സെറ്റ് 2, 4, 6, 8 ആണ്. അത് തന്ന സെറ്റ് എ എന്നുള്ള സെറ്റും സെറ്റ് 2, 4, 6, 8 ആണ്. അപ്പം എയും ഇയും ഈക്വൽ ആണ്. എ ആൻഡ് ഇ ആർ ഈക്വൽ. അല്ലെങ്കിൽ എ ഈക്വൽ ടു ഇ എന്ന് എഴുതാം. ഓക്കെ. പിന്നെയുള്ള സെറ്റ് എഫ് ആണ്. എഫ് എന്നുള്ള സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n+1, n ബിലോങ്സ് ടു n. അപ്പോൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ എന്നിൻ്റെ ഫസ്റ്റ് വാല്യൂ കൊടുത്താൽ നമുക്ക് എന്നിൻ്റെ വാല്യൂസ് 1, 2, 3 അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് വാല്യൂവിന് 3 ആണ് ഇവിടെ വരിക എക്സ്. ഓക്കെ. നമ്മുടെ സെറ്റ് എക്സിൻ്റെ സെറ്റാണ്. എന്നില്ല നമ്മുടെ സെറ്റിലെ എലമെൻറ്റ്സ് എക്സിൻ്റെ വിലകളാണ്. ഇപ്പോൾ എക്സിന് എന്നിന് 1 കൊടുത്താൽ 3 വരും, 2 കൊടുത്താൽ 5 വരും. ഓക്കെ. 3 കൊടുത്താൽ 7 ഇങ്ങനെ പോകും. 3, 5, 7. അത് തന്ന ഒരു സെറ്റിനും ഈക്വൽ അല്ല. ഇപ്പോൾ തന്ന 6 സെറ്റുകളിൽ എയും ഇയും ഈക്വലാണ്, ബിയും ഡിയും ഈക്വലാണ്. ഓക്കെ. ഇനി 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എ എന്ന സെറ്റും സി എന്ന സെറ്റും എടുത്താൽ അറിയാം അതിലുള്ള സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയുള്ള സെറ്റ്സിനെ നമ്മൾ ഇക്വിവാലന്റ് സെറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ. അപ്പം കാർഡിനാലിറ്റി ഓഫ് എ ആൻഡ് സി. കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് സി ആർ ഈക്വൽ. ഓക്കെ. അതുപോലെ എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഫ് എന്നുള്ള സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n+1, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആയിരുന്നു പറഞ്ഞത്. ഇനി n ബിലോങ്സ് ടു എന്നിന് വരും ക്യാപിറ്റൽ N വരും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് വരും W ആണ് പറഞ്ഞതെന്നിരിക്കട്ടെ. മീൻസ് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എന്നിന് 0 കൊടുത്താൽ 2 × 0. അപ്പോൾ ഹോൾ നമ്പേഴ്സ് പറയുമ്പോൾ ഫസ്റ്റ് ഹോൾ നമ്പർ 0 ആണല്ലോ. പിന്നെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും. അപ്പോൾ 0 കൊടുത്താൽ 0+1 1 വരും. 2 കൊടുത്താൽ 1 കൊടുത്താൽ 1 × 2 + 1 3 വരും. അപ്പോൾ 1, 3, 5 എന്നാൽ നമ്മുടെ നേരത്തെ ബിന് ഈക്വൽ ആവും. പക്ഷേ ഇവിടെ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആണെന്ന കേസിൽ 2n+1 അതിന് ഈക്വൽ ആവില്ല. മറിച്ച് W ആണെങ്കിൽ